എൻ്റെ മോടെ കഴുത്തിൽ പാട് കണ്ടില്ലേ നിങ്ങൾ? കണ്ടോ? നല്ല വേദനയുണ്ട്. ഒരു വിഷയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ ഒരു കുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ കഴുത്തിലും ഇതുകൊണ്ടൊരു പാടുണ്ട്. ഈ കഴുത്തിൽ കിടക്കുന്ന സാധനം സ്വർണ്ണമല്ല കേട്ടോ, ആദ്യമേ പറയാം, സ്വർണ്ണമല്ല. പക്ഷേ ഇത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് മോഷ്ടിക്കാൻ വരുന്നവന് വില അറിയാമല്ലോ. 1,20,000 മുകളിലെ വില. പൈസ ആവശ്യമുള്ളവൻ, മോഷ്ടിക്കാൻ നടക്കുന്നവൻ, അവനിത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് നോക്കാനുള്ള ഒരു വഴി അവൻ്റെ കയ്യിലില്ല. അവൻ പിടിച്ചു വലിക്കത്തേ ഉള്ളൂ. മക്കളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ജീവനാണ്. നമ്മൾ വിദൂരത്തായിരിക്കുന്ന സമയത്തും ഓരോ മണിക്കൂറിലും വീഡിയോ കോൾ ചെയ്ത് നിങ്ങളുടെ ചിരിയും കളിയും കാണാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഇത് എൻ്റെ മകളുടെ കഴുത്തിൽ പിടിച്ച് വലിച്ചു എന്ന് അല്ല ഞാൻ പറയുന്നത്. എന്താണെന്നറിയില്ല. കണ്ടപ്പം എനിക്ക് ഇന്നലെ എൻ്റെ അടുക്കൽ വന്ന് പരിഭവം പറഞ്ഞ ആളുകളുടെ അതേ സിമുലാരിറ്റി തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരെ കുട്ടീനെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയതാണ് കല്യാണത്തിന്. പിന്നെ നോക്കുമ്പോൾ കുട്ടിയുടെ കഴുത്തിലൊരു പാട്. അപ്പോൾ അവർ പറയുന്നത് പോലും ഈ മാല പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ ഇങ്ങനെ വലിക്കുന്നതാണെന്ന്. ഒരു പവൻ്റെ സ്വർണത്തിന് പകരം നമ്മുടെ മക്കളുടെ ജീവനായിരിക്കും ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത്. കള്ളനെ പിടിച്ചുകൊണ്ട്, പ്രതിനെ പിടിച്ചുകൊണ്ട് ശിക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മക്കൾ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് കുട്ടികളെ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് ഈ സാധനം അത് സ്വർണ്ണമാകണമെന്നില്ല, ഇതേ കടലിലുള്ള സാധനങ്ങൾ പരമാവധി ഇട്ട് കൊടുക്കാതെ, വേനേണ്ട മോനെ, ഇതേ കടലിലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഊരി വെപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞേ ഉള്ളൂ. കാരണം ഇവരുടെ നഷ്ടം അല്ലെങ്കിൽ ഇവരുടെ അസാന്നിധ്യം പോലും നമുക്ക് എത്ര പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവന് എന്തെങ്കിലും ഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഈ അവസ്ഥയിലാവുമോ? തകർന്നു പോകില്ലേ? തളർന്നു പോകില്ലേ? നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലും അവരുടെ കളിയും ചിരിയിലുമാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് മറ്റുള്ളവരെ അവരുടെ മുമ്പിൽ ആർഭാടം കാണിക്കാൻ വേണ്ടിയോ, നമ്മൾ സമ്പന്നരാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയോ, ഗർവിന് വേണ്ടിയോ, നാട്യത്തിന് വേണ്ടിയൊക്കെ ഇത് ഇട്ട് കൊടുക്കുമ്പം ചിലപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയത്തില്ല. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ പോലും ദ്രോഹിക്കുന്ന കാലഘട്ടമാണ് പല കാരണത്തിനു വേണ്ടി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഉസ്താദിൻ്റെ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ളതാണ്. നാം ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് കുട്ടിയുടെ സുരക്ഷയ്ക്കാണ്. നോക്കൂ, കുട്ടികൾ അത് സ്വർണത്തിൻ്റെ മാല ആകട്ടെ ഏത് മാല ആകട്ടെ ധരിച്ചു പോകുമ്പോൾ അപകട സാധ്യത ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം അപകടത്തിലേക്ക് ചടരുത്, സ്വയം നാം തന്നെ അപകടം വരുത്തരുത്. കുട്ടികൾ സ്വർണം ധരിച്ചു പോകുന്നില്ലോ അതല്ല വിഷയം. കുട്ടികൾ സ്വർണം ധരിക്കൽ ഹറാമാണോ എന്നതുമല്ല വിഷയം. കുട്ടികൾക്ക് അപകടം വരുത്തുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കുട്ടികൾ നമുക്ക് നമ്മുടെ ജീവനാണ് അല്ലേ, മക്കളെന്ന് പറയുമ്പോൾ. ഇപ്പോൾ ആ സമയത്ത് കുട്ടികൾ ഇങ്ങനെയുള്ള മോഷ്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മോഷ്ടാവിനെ പിടികിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നത് തിരിച്ചു കിട്ടുമോ? അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണത്തിന് ഇപ്പോൾ വില കൂടുതലാണല്ലോ. സ്വർണത്തിന് വില ഇപ്പോൾ മോഷ്ടിക്കുന്ന ആൾ ഇത് സ്വർണത്തിൻ്റെ അതാണോ അല്ല മറ്റേതാണോ നോക്കുന്നത്. അത് പിന്നെ അത് മോഷ്ടിച്ചതിന് ശേഷമാണ്. കാരണം ആ സമയത്ത് തന്നെ അവനിക്കിത് ഏതാണ് എന്ന് തീർച്ചയായിട്ടും പെട്ടെന്ന് അവനക്ക് മനസ്സിലാക്കാനുള്ള സമയമൊന്നും കിട്ടൂല. ആ സമയത്തിൻ്റെ മുമ്പിൽ അവനക്ക് മോഷ്ടിച്ചവനെ രക്ഷപ്പെടുകയും വേണം. അപ്പോൾ ഇത് പരിശോധിക്കാൻ അവനക്ക് സമയം ഉണ്ടാവില്ല. കുട്ടികളെ കഴുത്തിൽ ഇങ്ങനെ മാല ധരിച്ചുകൊണ്ട് എന്നെ സ്വർണത്തിൻ്റെ അല്ലാത്ത മാല ധരിച്ചു കൊണ്ടേ പോയാൽ അവനത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മോഷ്ടിക്കാൻ നോക്കും. പക്ഷെ അവിടെ അപകടം വരുന്നത് നമ്മുടെ മക്കൾക്കാണ്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനിലൊക്കെ പറയുന്നത്, നാം സ്വയം ഒരിക്കലും ലാ ദററ വലാ ദിറാറ, നാം തന്നെ അപകടം വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത്രയും അപകടം പിടിച്ച സ്ഥലത്താണ് നാം ഒരു വലിയ കല്യാണ പരിപാടിക്കാണ് പോകുന്നത്. അവിടെ ഇതിൻ്റെ മുമ്പ് ഒരുപാട് മോഷണം നടന്നിട്ടുണ്ട്, നമുക്കൊക്കെ അറിയുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് എന്നറിഞ്ഞാൽ തീർച്ചയായും സ്വർണത്തെക്കാൾ ഏറ്റവും വിലയുള്ളതാണ് ജീവിതത്തിന്. ജീവിതം കഴിഞ്ഞാലേ പിന്നെ സ്വർണം, മനസ്സിലായില്ലേ? അപ്പോൾ സ്വർണം നാം മറ്റുള്ള ആ ഒരു വലിയ കല്യാണത്തിന് പോകുമ്പോൾ എൻ്റെ കുട്ടികൾ സ്വർണം ധരിക്കാതെ എങ്ങനെ പോവാം? കാരണം വലിയ പരിപാടിയല്ലേ. ആ പരിപാടിക്ക് പോകുമ്പോൾ കുട്ടി വലിയ സന്തോഷത്തിലും പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കുട്ടിയെ കണ്ട് അവരുടെ മുമ്പിലൊന്ന് അഭിമാനം കൊള്ളാനും
എൻ്റെ മകളാണ് ഇതെന്ന് കാണിച്ചു കൊടുത്ത് ഒന്നു അങ്ങനെ അൽഹാഖു തക്കാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ തക്കാസുർ പെരുപ്പം കാണിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ ഷുഗലായി അത് ഖബർ പോകുന്നത് വരെ ഉണ്ടാകും അവൻ്റെ ഈ ജീവിതം എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരിക്കലും ആകരുത്. നാം ഇപ്പോൾ അഹങ്കരിക്കാനോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിൽ പോയാൽ അവിടെ അപകടം വന്നാൽ പിന്നെ അഹങ്കാരം ഉണ്ടാവും, പിന്നെ എല്ലാം അവസാനിച്ചില്ലേ, പിന്നെ നമുക്ക് ചിരിക്കാൻ പറ്റുമോ? മരണം വരെ പിന്നെ അതായില്ലേ. ആ കുട്ടിയെ ഓർക്കലും ആ കുട്ടിയുടെ അപകടത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് മാനസികമായി തളർന്നു പോകൂലേ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒരിക്കലും അപകട സാധ്യതയിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അപകടം വരുത്തുമെന്ന് തോന്നുമ്പോഴൊക്കെ അതൊക്കെ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും നാം മുൻഗണന നൽകേണ്ടത് കുട്ടിയുടെ സുരക്ഷയ്ക്കാണ്. സ്വർണത്തെക്കാൾ മുൻഗണന സുരക്ഷയാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. പലയിടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള മോഷ്ടാവ്, ഇപ്പം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരിയുടെ 10 പവൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, 10 പവൻ സ്വർണമാണ് മോഷ്ടിച്ചു പോയത്. കാരണം വലിയ സങ്കടത്തിലാണ് ആ മോഷ്ടിച്ചു പോയത്. ഇന്നും ആ സങ്കടത്തിൽ ആ സഹോദരി ഇന്നുമുണ്ട്. 10 പവൻ ഒരു പക്ഷേ അത് വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു പോയിരുന്നുവെങ്കിൽ അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം ആ സഹോദരി ആഡംബരം കാണിക്കാനൊന്നും കൊണ്ടുപോയതല്ല, ബാഗിലിട്ട് കൊണ്ടുപോയതാണ്. അവിടെയാണ് ഈ മോഷണം നടന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുമ്പോൾ മോഷ്ടാക്കൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം റോഡിൽ പോകുമ്പോൾ നടക്കുമ്പോൾ കഴുത്തിലുണ്ടെങ്കിലേ എല്ലാവരും കൊണ്ടുപോവുകയുള്ളൂ. അപ്പം നാം കഴുത്തിൽ ധരിക്കുന്നതൊക്കെ തീർച്ചയായും മറ്റുള്ള ആഭരണമാണെങ്കിൽ, സ്വർണമല്ലാത്ത ആഭരണമാണെങ്കിൽ പോലും കഴുത്തിൽ, നമ്മുടെ കുട്ടികളെ കഴുത്തിൽ, വലിയവരാണെങ്കിൽ അവരെങ്ങനെ രക്ഷപ്പെടും? ചെറിയ കുട്ടികൾക്ക് അപകടത്തെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അവർ ചെറിയ അശ്രദ്ധയാകുമ്പോൾ ഈ കാര്യങ്ങൾ അവിടേക്ക് നടന്നിട്ടുണ്ടാവും. പിന്നെ കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ കല്യാണ വീട്ടിലൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ. അവർ പലയിടങ്ങളും കളിച്ചും രസിച്ചും അവരെ കൂട്ടുകാരോടൊപ്പമായിരിക്കും. അവരിങ്ങനെ രസിച്ചും കളിച്ചും കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ അപകടമൊക്കെ വരുന്നത്. ആ സമയത്ത് നാം ഓടി വരുമ്പോൾ അവിടെ മോഷ്ടാവിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടാലോ അതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെയാണ്. കാരണം നാം ഇത് അപകട സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രവൃത്തി നാം ചെയ്തവരായി മാറും. അതുകൊണ്ട് ഈ ഉസ്താദിൻ്റെ ഉപദേശം മാഷാ അല്ലാഹ് വളരെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അപകടങ്ങളും തൊട്ട്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അപകടത്തെക്കുറിച്ചൊരു ബോധമില്ലാത്ത മക്കളാണ് റബ്ബേ, എല്ലാ അപകടങ്ങളെ തൊട്ട് നീ തന്നെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.